ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചെമ്മീൻ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യണ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു 1/2 കിലോ വലിയ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് നല്ല ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫ്രൈഡ് റെസിപ്പി നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ 1/2 കിലോ ചെമ്മീൻ, അതിൻ്റെ ഉള്ളിലൊരു നാരുണ്ട് കറുത്ത കളറിൽ, അതൊന്ന് നമ്മൾ കളയണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് വയറിനെ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നാരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും പിന്നെ അതിലേക്ക് ബാക്കി നമ്മൾ മസാലകളായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി, കൂടുതൽ കാശ്മീരി മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇത് വളരെ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. നമ്മളന്ന് മധുചേട്ടൻ്റെ കടയിൽ ചേർത്തല പോയപ്പോൾ അവർ ചെയ്യണ കണ്ടിട്ട് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റിൽ കിട്ടുകയും ചെയ്തു കേട്ടോ. അവർ കുറേ മസാലകളൊന്നും ചേർക്കില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഹാർഡാവില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും എന്നൊക്കെ അന്ന് റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ട് പരറ്റി വെക്കണം. നല്ല വലിയ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ. പിന്നെ കുറേ വെളിച്ചെണ്ണയൊന്നും നമ്മളങ്ങനെ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് ചുമന്നുള്ളി, വെള്ളുള്ളി, കുറച്ച് കരിവേപ്പില, ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അമ്മിക്കല്ല് ഉണ്ടെങ്കിൽ അതിൽ ചതച്ചെടുക്കണം നല്ലത്. അന്ന് അവിടെ പോയപ്പോൾ അവർ അമ്മിയിൽ ചതച്ചിട്ടാണ് കേട്ടോ ഒരു പാത്രത്തിൽ വെച്ചേക്കണം. ഞാൻ അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക ചെയ്തത്. അമ്മയുള്ളവർക്ക് അതിൽ ചതച്ചെടുക്കുകയാണ് നല്ലത്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നീടാണ് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലത്തെ വെള്ളത്തിൽ കിടന്നിട്ട് അതൊന്ന് വേവ്, അതുകൊണ്ട് തന്നെ ഇത് ഹാർഡാവില്ല. കണ്ടോ, ഇതിൽ തന്നെ കുറച്ച് ഉപ്പിൻ്റെയും മുളക് പൊടിയൊക്കെ നമ്മൾ തിരുമ്മി പിടിപ്പിച്ചാൽ വെള്ളം വരും. അതിൽ തന്നെ കിടന്നൊന്ന് വെന്തതിന് ശേഷം പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വളരെ കുറച്ച് വെളിച്ചെണ്ണ വേണ്ടു, പക്ഷെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇതാ ചതച്ച് വെച്ച ചുവന്നുള്ളിയും വെള്ളുള്ളി, അവർ അമ്മിയിലാണ് കേട്ടോ ചതച്ച് വെച്ചിരിക്കുന്നത്. വലിയൊരു പാത്രം നിറച്ച് ചതച്ച് വെച്ചിരിക്കുക. നമുക്ക് ആവശ്യത്തിന് ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെമ്മീനിട്ട് വേവിച്ച് അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നമുക്ക് തരുക ചെയ്യുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ച കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് അത് നന്നായിട്ടൊന്ന് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പക്ഷേ അവരന്ന് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അത് പെട്ടെന്ന് ചെമ്മീൻ്റെ കുറേ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീനൊക്കെ നല്ലോണം ഇളക്കി ആ മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഇളക്കിയത്. അതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ മസാലയൊക്കെ ഒന്ന് ആവാൻ വേണ്ടി ഇളക്കിയെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ അതിൽ കിടന്ന് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. കാണുമ്പോൾ കുറച്ചും കൂടെ കളറുണ്ട് കേട്ടോ. വീഡിയോയിൽ അത്ര കളർ വന്നില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് ചെമ്മീൻ. ഹാർഡായി പോകും ചില സമയത്ത് വറക്കും, അങ്ങനെയില്ല, അത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട്, കുരുമുളക് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇട്ട് ഒന്നും കൂടെ ഇളക്കി കൂട്ടി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത്രയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മൊരിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെമ്മീൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ ഷോർട്ട് വീഡിയോ കുറേ ഇടുന്നുണ്ട് കുട്ടികൾക്കുള്ള ഈവനിങ് സ്നാക്കൊക്കെ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൺ വരുന്നതാണ്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അത്.